ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ബ്രോഡ്വേയിൽ പോണേണ്. അപ്പം ബ്രോഡ്വേയിൽ ഫുൾ ക്രിസ്മസ് വൈബാണെന്ന് അറിയാം. അപ്പം നമ്മളതൊന്ന് കാണാൻ വേണ്ടി പോണേണ്. അപ്പം ഞാനും ഷിജി കൂടിയാണ് കേട്ടോ പോണത്. അപ്പം നമ്മൾ പോകണുണ്ട്. നമ്മൾ പിള്ളേരൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ, നമ്മൾ രണ്ടിട്ട് മാത്രമേ പോകണുള്ളൂ. പിള്ളേരെ കൊണ്ടുപോകാത്തതിന്റെ വിഷമത്തിലാണ് ഈ ജയിലിൽ കിടക്കണ പോലെ കിടക്കണത്. നമ്മള് ചാത്തനാട് പാലം വഴിയാണ് പോണത്. കടമക്കുടി വഴിയാണ് ഇപ്പൊ നമുക്ക് എളുപ്പമാണ് എറണാകുളത്തോട്ട് പോവാനായിട്ട്. കടമക്കുടി വഴിയാണ് പോണത്. ഇവിടെ മറ്റേ പാലം കൂടി കൂട്ടിയാൽ കുറച്ചും കൂടി എളുപ്പമായി. എല്ലാ പാലം ഇവിടുത്തെ ഒന്നാം പാലം രണ്ടാം പാലം ഏതാണത് അത് കൂടി വന്നാൽ നമുക്ക് പാലം കൂടി വന്നാൽ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ എന്താണ് നമുക്ക് കണ്ടെയ്നർ റോഡിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എളുപ്പത്തിൽ പോവാം. ഇനി നമ്മൾ ഇപ്പൊ ചെല്ലാൻ പോണതാണ് കടമക്കുടി ബസ് സ്റ്റോപ്പ് കേട്ടോ. ലാസ്റ്റ് ബസ് സ്റ്റോപ്പ് കടമക്കുടി റോഡിലോട്ടാണ് കയറുന്നത്. ഇത് കടമക്കുടി റോഡാണെങ്കിൽ ഈ റോഡൊക്കെ വികസിപ്പിച്ചാൽ ഇതിൽ കൂടെ ബസ് സർവീസ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ശുചി? ഇവിടെ ഈവനിങ് ഇപ്പൊ അറിയാലോ, കടമക്കുടി ഇപ്പൊ ഈവനിങ് കുറെ പേര് വരുന്നുണ്ട് കാണാനൊക്കെ. ഇവിടെ അതുകൊണ്ട് കുറെ ചെറിയ ചെറിയ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു മിനി ക്യൂൻസ് വേ പോലെയല്ലേ ശുചി കാണിച്ചത്. അത് ഇവിടെ അത്യാവശ്യം ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വൈകിട്ട് പോയി ഇവർക്ക് ഇവിടെ ഇങ്ങനെ നീര് അല്ലേ ഇവിടെ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് സൺഡേസിലാണ് ഇവിടെ ഫുൾ ആക്റ്റീവ് ആവണത്. ഇപ്പൊ കടയൊക്കെ അടച്ചിട്ടേക്കണേ അല്ലേ? സാറ്റർഡേ സൺഡേ ഫുൾ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഇവിടെ കടയൊക്കെ ഓപ്പൺ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ കയാക്കിങ് ഉണ്ടത് ഇവിടെ ഉണ്ട്. ബോട്ട് റൈഡും കയാക്കിങ്ങുകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഇത്ര അടുത്താണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു ദിവസം മഞ്ഞ അവിടെ അപ്പൊ കയാക്കിങ് നടത്തണുണ്ട് ആൾക്കാര്. നമുക്ക് ഒരു ദിവസം മഞ്ഞോട്ടെ ഷിജി. നമുക്ക് ഒരു ദിവസം വീഡിയോ എടുക്കാൻ നമുക്ക്. അപ്പൊ ഇന്ന് ഇട ദിവസമായത് കൊണ്ട് അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ ഇപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ പോവാൻ പറ്റൂല, നല്ല തിരക്കായിരിക്കും. വണ്ടി ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞാ പോണത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഇനി ബ്രോഡ്വേയിൽ ചെല്ലുമ്പോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ ഷിജി? ചിലപ്പോ തിരക്ക് കാണണം അവിടെ. കാരണം ക്രിസ്മസിന്റെ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് ഉണ്ടാവും അവിടെ. നോക്കാം. പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. ഈ ഒരു വൈകിട്ട് സമയത്തൊന്നും നല്ല രസമായിരിക്കും ഇവിടെ കാണാനൊക്കെ ആയിട്ട്. അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ജങ്കാറിന് പോവാന്നാ വിചാരിച്ചത്. ഇപ്പൊ വരാപ്പുഴയിൽ നിന്ന് നമ്മൾ ചേരാനല്ലൂരിലോട്ട് ജങ്കാറിനാണ് പോണത്. ജങ്കാർ വന്ന് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ജങ്കാറിൽ പോവാം. അപ്പം നമ്മൾ വരാപ്പുഴ ഫെറിയിൽ നിന്ന് ചേരാനല്ലൂർ ഫെറിയിലോട്ടാണ് പോണത്. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ പുതിയ പാലം വന്നത്. എറണാകുളത്ത് നിന്ന് പറവൂരോട്ടുള്ള പാലമാണ്. അപ്പം ഈ പാലം വന്നാൽ നമ്മുടെ വരാപ്പുഴ പാലത്തിലുള്ള തിരക്ക് ഈവനിങ് രാവിലേക്കുള്ള തിരക്ക് കുറയത് വന്നാൽ. അപ്പം ജങ്കാർ സർവീസ് വരുന്നത് ഒരാൾക്ക് 8 രൂപയാണ് കേട്ടോ. സ്റ്റാർട്ടായി. ഇവ നമ്മൾ നടുക്കെത്തിയിട്ടാ. വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത്. വരാപ്പുഴ നമ്മളിപ്പോൾ കണ്ടെയ്നർ റോഡിലോട്ട് കയറാൻ പോണേ.
ദേ അപ്പം നമ്മൾ ഹൈക്കോട്ടെ എത്താറായിട്ടാ. ഇനി ബ്രോഡ്വേ എത്തിയിട്ട് കാണാം ബാക്കി. അങ്ങനെ നമ്മള് ബ്രോഡ്വേയിലോട്ട് എത്തിയിട്ടാ നടക്കുകയാണ്. ഇങ്ങനെ പർച്ചേസ് ഒക്കെ ഉണ്ട്. ചെരുപ്പിനൊക്കെ ഇവിടെ നമുക്കത് ചെരുപ്പ് നോക്കാം. ഈ ചെരുപ്പാണ് ഇങ്ങനത്തെ ചെരുപ്പാണോ? ഓ അതിവിടെ ഇല്ല കേട്ടാ. അകത്തോട്ട് പോവാ. അത്യാവശ്യം തിരക്കുണ്ട്, കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ മേത്താർ ബസാറിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് വെൽക്കം ചെയ്യണത് ഈ പപ്പാനികളാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന കുറേ സീരിയൽ ലൈറ്റ്സാണ് പല കളറിലാണ്. പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസാണ് നിറച്ചുള്ളത്. അത് ഇത് നമുക്ക് സാന്താക്ലോസിന് ഒരു ലെറ്റർ എഴുതിയിട്ടല്ല, ലെറ്റർ ബോക്സ് ആണ്. ടു സാന്താക്ലോസ് കണ്ട, ലെറ്റേഴ്സ് ടു സാന്താക്ലോസ്. ഇതൊക്കെ കഴിയുന്നിട്ടാ നമുക്ക് മേടിച്ചാലത് എത്രയെന്നാവും റേറ്റില്ല. യൂട്യൂബർ കല്യാണി പറഞ്ഞ പോലെ ഇതെല്ലാം വാരി പെറുക്കി വീട്ടിൽ കൂടെ ഡെക്കറേഷൻ വേണ്ടി, ക്രിസ്മസ് ഡെക്കറേഷൻ. നോക്കി വേറെ കളർ ഡ്രസ്സ് അടുത്ത കടയിൽ അറ്റാക്കി. അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റും സ്റ്റാറും വെറൈറ്റി സ്റ്റാർസ് എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, പല പല കളറിലൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഈ ഇലക്ഷൻ ജൂണിലും ഒറ്റ ബാനർ, അതാണ് അടിപൊളി.
പപ്പാനിയുടെ ഡ്രസ്സൊക്കെ പിള്ളേർക്ക് എല്ലാ സൈസിലുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. മാസ്ക് സാന്റാക്ലോസ് അതിൻ്റെ രസം. ഇത് കൊള്ളാട്ട. ഇത് പേപ്പറല്ലേ, പേപ്പറല്ലേ, പ്ലാസ്റ്റിക് പോലത്തെ പേപ്പറല്ലേ ഫൈബർ പോലെ തന്നെ മഴയത്തിടാം. നല്ല പവറുള്ള ബൾബ് ഉണ്ടല്ലോ. ഇതേപോലെ തന്നെ ഇത് നല്ല ചെറുതില്ലേ ഇതാ. ഇതാ എത്ര വാട്സാ? അയച്ചെടുക്കാൻ പറ്റില്ല ഇതേപോലെ. ഇല്ല ഇതേപോലെ അയക്കാം. ഫോണാക്കിട്ട് കൊണ്ടുണ്ടല്ലേ അത് ഇങ്ങനെ ഉണ്ടാകും. റെഡ് ഈ വാല് വ്യത്യാസം കൊണ്ടാണ് കളർ വ്യത്യാസം. കാണിച്ചിട്ട് ഇഷ്ടമായിട്ട് കൊണ്ടുപോകും. മാനുഫാക്ചറിങ് പീരീഡ് ഒക്കെ. വയറ്റിലിട്ടാലോ? അത് മാമ കുഴപ്പമില്ല. അത് കൊള്ളാട്ടോ. വീട്ടില് പക്ഷെ ഇതിൽ ഉണ്ണിയേശുവിനെ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉണ്ണിയേശുവിനെ ക്രിസ്മസിന്റെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൊള്ളാം. ഉണ്ണിയേശുവിനെ വിൽക്കാൻ വെച്ചേക്കും. ഉണ്ണിയേശുവിനെ പുറത്ത് വെക്കണം. എന്തിനാ ഇതിന്റെ ഉള്ളിൽ വെക്കണം? അത് കടക്കാരൻ ചോദിക്കാവാ. കടക്കാരൻ വെച്ചിട്ട് വരാം. ഇങ്ങടുവാ. സാധാരണ നക്ഷത്രങ്ങളുടെ റിഫ്ലക്ഷനാണ്. എന്തോടാ എന്തേലൊക്കെ കഴിക്കണം. ഞാനാണല്ലോ. ചിരട്ട കുത്തി പിടിച്ചടക്കാൻ വാക്കിംഗ് സ്റ്റിക്ക്. എന്തിനാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ടാങ്ക് എന്താണേലും വേണ്ടേ? ആരെങ്കിലും കൂടെ വേണമല്ലോ. നമ്മ ക്രിസ്മസ് ട്രീ കാണുമ്പോ ചെറിയ ക്രിസ്മസ് ട്രീ അധികം പൈസ ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ നല്ല എല്ലാത്തിനും നല്ല പൈസ ഉണ്ട്. അതിന് ഭേദം നമുക്ക് മരം മുറിക്കുക. ഒരു ചേട്ടൻ പറയണ്ടായി അവിടെ മരം ട്രീക്ക് 6600 രൂപ. അപ്പൊ തരാൻ പറഞ്ഞിക്കണ ചേട്ടൻ പറയണേ മരം മുറിക്കാന്ന്. ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഇട്ടാ. വഴിയെല്ലാം കൂടെ സാധനം ഇറക്കി ഒട്ടും വഴിയില്ലാതായി. ഇതൊന്നും പറയാനില്ല ഗൈസ്. നോക്കാനായിട്ട് ഈ കാലി കയറണം. നോക്കാനല്ല മേടിക്കുന്നു. ചെറുതായിട്ടൊന്ന് ചമ്മി ഹോൾസെയിൽ ആയിട്ട് കൊടുക്കണ്ടായിരുന്നു. ചമ്മി പോയി. വേറെ കടയിൽ കയറും ഞാൻ. അത്ര ഇതെന്താ ഒരു ഇത് തന്നാലെന്താ? ചമ്മൊന്നുമില്ല. ചമ്മിയെ മോന്തയുമായി ഞാൻ ഇറങ്ങിയാണ്. രാത്രി എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ
തിരക്കൊക്കെ ഉണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മ ഈ വന്നിട്ടുണ്ടായില്ല. അപ്പൊ ഇത് ക്ലോസ് ആയി. അപ്പൊ ഈ മാർക്കറ്റ് ക്ലോസ് ആയി. രാത്രി ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് പുറത്തിറക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പയ്യിറങ്ങണേണ് കേട്ടാ. നമ്മൊന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ ഭയങ്കര റഷും റേറ്റും കൂടുതലാണ്. ഇപ്പൊ ഗേറ്റ് പറഞ്ഞ നിങ്ങളൊക്കെ വന്നെയാണെങ്കിൽ ബെറ്റർ ഡേ ടൈമില് വന്നെയാണ് നല്ലത്. ഒരു 12 മണിക്കൊക്കെ വന്നെയാണ് നല്ലത്. കുറച്ചും കൂടി എളുപ്പമായിട്ട് മേടിക്കാനും പറ്റും. നമുക്കിപ്പോ ചെറിയ ബാർഗെയിനൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്ന് വെച്ചാൽ റഷ് ആയതുകൊണ്ട് അതിനൊന്നും അവര് സമ്മതിക്കണുള്ള റേറ്റ് പറയണത് അത് അങ്ങനെ തന്നെ നിക്കണേ. എല്ലാത്തിനും ഭയങ്കര വില ഉണ്ടോ? ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്.